So, first of all, we will be discussing about charts. Okay. So, in today's session, I will be taking class on charts, how to write charts. Okay. So, let's see how we can write different type of charts. Charts is one of the common type of questions that usually asked in task 1 as task 1. Okay. So, let's see what is a chart and how we can write it. There are different type of charts. For example, line chart. This is a line chart. Okay. I think you're familiar with this type of charts. ഇങ്ങനത്തെ ഒരു ചാർട്ട് കണ്ടിട്ടുണ്ടോ? ഇതാണ് ലൈൻ ചാർട്ട്. ഓക്കെ, ഒരു ലൈൻ രൂപത്തിൽ എക്സ് ആക്സിസും വൈ ആക്സിസും കൊടുത്തിട്ടുള്ള ഒരു ചാർട്ടാണിത്. സോ എക്സ് ആക്സിസിൽ ഒരു ഇത് കാണും, മേ ബി ഇയേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സോഴ്സസ് ആയിരിക്കാം. വൈ ആക്സിസിൽ പെർസെൻറ്റേജോ നമ്പേഴ്സോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഓക്കെ, സോ ദിസ് ഇസ് എ ലൈൻ ചാർട്ട്. Then another type is bar chart. Bar chart somewhat look like this. ഇവിടെ ഒരു ബാർ ടൈപ്പ് ഓഫ് representation ആണ്, same as line graph. You have x as well as y axis. Xൽ ഒന്നെങ്കിൽ ഇയേഴ്സ് അല്ലെങ്കിൽ സോഴ്സസ് ആയിരിക്കാം കൊടുത്തിരിക്കുന്നത്. ദെൻ y axis ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ ആയിരിക്കാം യൂഷ്വലി. ഓക്കെ, ബാർ ചാർട്ട്. ദെൻ pie chart. Pie chart is usually in a round. Okay, it is you can see this is a pie chart. Okay, ഒരു കോൺട്രിബ്യൂഷൻ എത്ര ഒരാളുടെ കോൺട്രിബ്യൂഷൻ അങ്ങനത്തെ ഒരു റേറ്റിൽ പെർസെൻറ്റേജ് ആയിട്ടുള്ള ഇതിലാണ് സാധാരണ പൈ ചാർട്ട് വരുന്നത്. ഓക്കെ, ദെൻ പ്രൊപ്പോർഷണൽ ബാർ ചാർട്ട്. ദിസ് ഇസ് പ്രൊപ്പോർഷണൽ ബാർ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം പ്രൊപ്പോർഷൻ അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്തോരം ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ബൈ ചാർട്ട്. യു ക്യാൻ സീ ലൈക്ക് ഇവിടെ കുറെ വാല്യൂസ് ആ ഒരു ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഹാർഡ്വെയറിൽ 3.5 ടൊറന്റോയുടെ ആയിരുന്നു. ഓക്കെ, ഈ 100%-ല് 3.5 ടൊറന്റോയുടെ ആയിരുന്നു. 80% ഐ മീൻ 2% ആംസ്റ്റർഡാമിന്റെ ആയിരുന്നു. സോ അങ്ങനെ പ്രൊപ്പോർഷണൽ ചാർട്ട് ഇങ്ങനെ വരും. ഓക്കെ, സോ പ്രൊപ്പോർഷണൽ ബാർ ചാർട്ട് അങ്ങനെ യൂഷ്വലി ചോദിക്കാറില്ല. ദ മോസ്റ്റ് കോമൺ വൺ ആർ ലൈൻ ചാർട്ട്, ബാർ ചാർട്ട് ആസ് വെൽ ആസ് പൈ ചാർട്ട്. ഓക്കെ, so let's see how we need to write. Okay, the structure of this chart. ഈ 3 ടൈപ്പ് അല്ലെ 4 ടൈപ്പ് ഓഫ് ചാർട്ട്സിനും ഒരേ ഒരു സ്ട്രക്ചർ ആണുള്ളത്. ലെറ്റ്സ് സീ in a common way. First paragraph should be the paraphrase of the question. ഒരു question ആയിരിക്കും, the graph provides in information. So എങ്ങനെയാണ് അത് പാരാഫ്രൈസ് ചെയ്യേണ്ടത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഓൾറെഡി. So you need to paraphrase that particular question and write down the first paragraph. Then the second paragraph should be the overview. Okay, ഒരു നമ്മൾ പറഞ്ഞു വന്ന സെയിം സ്ട്രക്ചർ തന്നെയാണ്, ജസ്റ്റ് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന അത്രേ ഉള്ളൂ. സോ സെക്കൻഡ് പാരഗ്രാഫ് ഷുഡ് ബി ദ ഓവർവ്യൂ. ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഒന്നോ രണ്ടോ മെയിൻ ഫീച്ചേഴ്സ്, ഒരു ഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന മെയിൻ ഫീച്ചേഴ്സ് ഏതാണോ ആ ഒന്നോ രണ്ടോ മെയിൻ ഫീച്ചേഴ്സും പിന്നെ അതിന്റെ ഒരു ജനറൽ കമ്പാരിസണും. ഇതിൽ നമ്പേഴ്സ് ഒന്നും മെൻഷൻ ചെയ്യേണ്ട, ഫിഗേഴ്സ് നമ്പേഴ്സ് ഒന്നും മെൻഷൻ ചെയ്യേണ്ട, ജസ്റ്റ് ഓവർവ്യൂ മാത്രം കൊടുത്താൽ മതി, മെയിൻ ഫീച്ചേഴ്സിന്റെ ഓവർവ്യൂ മാത്രം. ഓക്കെ, so you need to make you need to mention about 1 or 2 main features of the graph. Okay, then പാരഗ്രാഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇപ്പൊ നമ്മൾ ഓവർവ്യൂല് ഒന്നോ രണ്ടോ മെയിൻ ഫീച്ചർ, അപ്പൊ അതിൽ ആദ്യത്തെ മെയിൻ ഫീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഏരിയ ആണ് തേർഡ് പാരഗ്രാഫ്. അതിൽ ഇപ്പൊ ഇൻക്രീസ് എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഫീച്ചർ എങ്കിൽ ഏതൊക്കെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്, അതിൽ ഏതൊക്കെ ഇൻക്രീസ് ചെയ്യുന്നത് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ആ ഒബ്സർവേഷൻ കൊടുക്കുക. പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അതിന്റെ ഡേറ്റ കൊടുക്കുക. ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ കൊടുക്കുക. ഓക്കെ, പാരഗ്രാഫ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം തന്നെയാണ്. സെയിം എന്ന് പറഞ്ഞ ഡിഡ്ന്റ് മീൻ ലൈക്ക് സെക്കൻഡ് മെയിൻ ഫീച്ചർ, നമ്മൾ ഓവർവ്യൂ കൊടുക്കുന്ന സെക്കൻഡ് മെയിൻ ഫീച്ചർ. ഫോർ എക്സാമ്പിൾ ഒരു ഗ്രാഫില് ഡിക്രീസ് ആണ്, കുറച്ച് സോഴ്സസ് ഡിക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു സെക്കൻഡ് മെയിൻ ഫീച്ചർ ആണല്ലോ. സോ ഏതൊക്കെയാണ് ഡിക്രീസ് ചെയ്യുന്നത് അതിന്റെയൊക്കെ ഡീറ്റെയിൽസും ആ ഒബ്സർവേഷനും പിന്നെ അതിന്റെ കൂടെയുള്ള വാല്യൂ, അതിന്റെ വാല്യൂ ആണ് എഴുതേണ്ടത്. സോ ദിസ് ഇസ് വാട്ട് ഈസ് ഹൗ ദ സ്ട്രക്ചർ യൂഷ്വലി ലുക്സ് ലൈക്ക്. ഓക്കെ, സോ ലെറ്റ്സ് സീ an example. This is an example. Okay, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. The chart below shows the changes in 3 different areas of crime in Manchester city center from 2003 to 2012. 2003 തൊട്ട് 2012 വരെയുള്ള മാഞ്ചസ്റ്റർ സിറ്റി സെന്ററിലെ ക്രൈം റേറ്റ് ആണ്. പല ഏരിയാസ് ഓഫ് ക്രൈമിലുള്ള ക്രൈം റേറ്റിന്റെ കാര്യമാണ് പറയുന്നത്. ഇതിൽ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. ഇത് ഏത് ടൈപ്പ് ഓഫ് ചാർട്ടാ രമ്യ? ഇത് ഏത് ടൈപ്പ് ഓഫ് ചാർട്ട് ആണ്?
ലൈൻ ചാർട്ട്. ലൈൻ ചാർട്ട്, യെസ്, ഓക്കെ, ഇറ്റ്സ് എ ലൈൻ ചാർട്ട്. അപ്പൊ ഇതിൽ എക്സ് ആക്സിസിൽ കൊടുത്തിരിക്കുന്നത് കുറച്ച് ഇയേഴ്സ് ആണ്, 2003 to 2012, അത്ര ഇയറിന്റെ ടൈം പീരീഡ് ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. വൈ ആക്സിസിൽ എന്താ കൊടുത്തിരിക്കുന്നത്, അതിന്റെ എത്രയാ ക്രൈം റേറ്റ്, എത്ര നമ്പർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ പിന്നെ അതിന്റെ 3 സോഴ്സസ് ഏതൊക്കെയാ, ബൾഗറി, കാർ തെഫ്റ്റ്, റോബറി. ഓക്കെ, സോ നമുക്ക് നോക്കാം. മാഞ്ചസ്റ്റർ സിറ്റി സെന്ററിൽ ഈ ഒരു ഗ്രാഫ് നമ്മൾ ആദ്യം, നമുക്ക് ഇതാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താ അതിനകത്ത് ഡേറ്റ അല്ലെങ്കിൽ ഇതിനകത്ത് സബ്ജക്ട് എന്താ, പല ഡിഫറെന്റ് ഏരിയാസിലുള്ള ക്രൈം. എവിടുത്തെ ക്രൈമാ, മാഞ്ചസ്റ്റർ സിറ്റി സെന്റർ എന്ന് സംഭവിച്ചതാണ് 2003 to 2012. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്രാഫിലേക്ക് പോകണം. യു ക്യാൻ സി, ആദ്യമേ തന്നെ നമുക്ക് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഫീച്ചർ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ എന്തൊക്കെയാ ഇതിനകത്തെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാ, ഒരു ജനറൽ ആയിട്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. 3 എണ്ണം ഒരുമിച്ച് ഇൻക്രീസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പറയാം ഇൻക്രീസ് ആയിരുന്നു ഇതിന്റെ മെയിൻ ഫീച്ചർ എന്ന്. പക്ഷെ ഇതില് 3 ഇൻക്രീസ് ആണോ ചെയ്യുന്നത്, 3 വെറൈറ്റി ഓഫ് ഫീച്ചറാ കാണിക്കുന്നത് അല്ലേ. സോ നമുക്ക് ആദ്യം ഇതിന്റെ 3 ഫീച്ചർ എന്താ പറയാൻ പറ്റുന്നത്, ഐ മീൻ എന്താ ഇതിന്റെ ഒരു ജനറൽ ഫീച്ചർ, ക്രൈം റേറ്റ്. ബൾഗറിയുടെ കാര്യമാണെങ്കിൽ ഫസ്റ്റ് അതൊരു ഇറ്റ് വാസ് ബിറ്റ്വീൻ 3000 to it was nearly 3500. നിയർലി 3500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3500 ജസ്റ്റ് താഴെയായിട്ടാണ് നിന്നിരുന്നത്. ആൻഡ് ബൈ 2004 it increased, I mean it increased steadily to about 4000 എന്ന് പറയാൻ പറ്റില്ല, it was about 3800 approximately, 3800 approximately. Then it witnessed a dramatic decrease. ഒരു dramatic decrease അല്ലേ വന്നത്, up to 2008 വരെ അതിനൊരു ഡിക്രീസ് ആണ് സംഭവിച്ചത്. Then 2008 നിന്ന് it again recovered from that decline and just remain steady until 2012 വരെ ഏകദേശം ഒരേ സ്റ്റഡി വാല്യൂ തന്നെ നിന്നു. ദാറ്റ് ഇസ് നിയർലി 1500 ക്രൈംസ് ആയിട്ട് അത് കുറഞ്ഞു. ഓക്കെ, സോ ഓവറോൾ പറയുവാണെങ്കിൽ ബൾഗറി 3500 നിന്ന് 1500 നിയർലി 1500 കുറഞ്ഞു, ഡിക്രീസ് ട്രെൻഡാ കാണിക്കുന്നത്. ദെൻ ഇതൊരു ടൈം പീരീഡ് ക്വസ്റ്റ്യൻ ആണല്ലോ, സോ വി നീഡ് ടു ഒബ്സർവ് ലൈക്ക് ദാറ്റ് വേ. ഓക്കെ, ദെൻ വി നീഡ് ടു ഒബ്സർവ് ഫോർ നെക്സ്റ്റ് ഈസ് കാർ തെഫ്റ്റ്. യു ക്യാൻ സി കാർ തെഫ്റ്റ് കൂടി കുറഞ്ഞു, പിന്നെ സ്റ്റഡി ആയി, പിന്നെ ഇച്ചിരിയും കൂടെ കൂടി. സോ ഇതിൽ നമുക്ക് ഈ ഒരു കൂടി കുറഞ്ഞു എന്ന് പറയുന്നതിനേക്കാളും അതിനൊരൊറ്റ പേര് നമുക്ക് നിർത്താം, ഫ്ലക്ച്വേഷൻ. ഇറ്റ് ഫ്ലക്ച്വേറ്റഡ് ഫ്രം 2003 to 2009 വരെ ഒരു ഫ്ലക്ച്വേഷൻ ആണ് കാണിക്കുന്നത്. where it hovered between 2500 and 2000-ന്റെയും 2500-ന്റെ ഇടയ്ക്കായിട്ട് കിടന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്യുമായിരുന്നു. ഓക്കെ, ദെൻ യു ക്യാൻ സേ ലൈക്ക് ദെൻ ഇറ്റ് ഷോഡ് എ ഇൻക്രീസ്. അത് കഴിഞ്ഞിട്ട് അതൊരു ഇൻക്രീസ് ആണ് കാണിച്ചത്. എവിടം വരെ ഇൻക്രീസ് ചെയ്തു, ഇറ്റ് ഇൻക്രീസ്ഡ് ജസ്റ്റ് above 2000 to a level of 2500 crimes and increased gradually to or about 3000. ഓക്കെ, 3000 ക്രൈംസ് ആയിട്ട് കാർ തെഫ്റ്റ് കൂടി. ഓക്കെ, അപ്പൊ കാർ തെഫ്റ്റില് ഒരു ഇൻക്രീസ് ആണ് കാണുന്നത് ഓവറോൾ നോക്കുവാണെങ്കിൽ. ബട്ട് ഇൻ ദ കേസ് ഓഫ് റോബറി ഇറ്റ് റിമെയിൻഡ് ഓർ മോർ ഓർ ലെസ് ഇറ്റ് റിമെയിൻഡ് ത്രൂ ഔട്ട് ദ പീരീഡ്. ആ ഒരു 2003 തൊട്ട് 2012 വരെയുള്ള ടൈം പീരീഡിന്റെ ഇടയ്ക്ക് ഏകദേശം ഒരേ വാല്യൂവിൽ തന്നെയാണ് നിന്നത്, ബിറ്റ്വീൻ 500 to 1000. ആ ഒരു വാല്യൂവിന്റെ ഇടയ്ക്ക് കിടന്ന് കളിക്കുമായിരുന്നു അപ് ടു 2012. ആൻഡ് ഇറ്റ് ഫൈനലി അത് ജസ്റ്റ് എബവ് 500 ആയിട്ട് തന്നെ നിന്നു. അല്ലേ, മനസ്സിലാവുന്നുണ്ടോ രമ്യ? സോ ഈ മെയിൻ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് മൂന്ന് രീതിയിലുള്ള ഫീച്ചേഴ്സ് ആണ്. സോ നമുക്ക് ആദ്യം തൊട്ടെടുക്കാം. പാരാഫ്രൈസ് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് കാര്യം എന്താ, ഫസ്റ്റ് പാരഗ്രാഫ് പാരാഫ്രൈസ് ഓഫ് ദ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഇത് എങ്ങനെ മാറ്റാൻ പറ്റും? ദ ചാർട്ട് ബിലോ ഷോസ് ദ ചേഞ്ചസ് ഇൻ 3 ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ക്രൈം ഇൻ മാഞ്ചസ്റ്റർ സിറ്റി സെന്റർ ഫ്രം 2003 to 2012. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ അതിനെയാണ് നമ്മൾ പാരാഫ്രൈസ് ചെയ്യേണ്ടത്. ഓരോ വേർഡ്സും എടുത്ത് നമ്മൾ പാരാഫ്രൈസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ചാർട്ട് ബിലോ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ലൈൻ ചാർട്ട് ബിലോ എന്നാക്കാം. ഓക്കെ, ലൈൻ ഗ്രാഫ് എന്നോ ലൈൻ ചാർട്ട് എന്നോ ആക്കാം. ഓക്കെ, ലൈൻ ഗ്രാഫ് ഷോസ് അങ്ങനെ പറഞ്ഞാക്കാം. ഓക്കെ, ലെറ്റ്സ് സീ വൺ ബൈ വൺ. ഓക്കെ,
ഇപ്പൊ ഈ ക്വസ്റ്റ്യന് തന്നെ ഈ ഒരു ക്വസ്റ്റ്യന് ലൈൻ ചാർട്ട് ആണ് ഇത്. നമുക്ക് അങ്ങനെ ഈ ചാർട്ട് ബിലോ എന്നുള്ളത് മാറ്റി ദ ലൈൻ ചാർട്ട് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ചേഞ്ചസ് ഇൻ ഡിഫറെന്റ് ക്രൈം ചേഞ്ചസ് ഇൻ ബൾഗറി, കാർ തെഫ്റ്റ്, റോബറി, ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ക്രൈം എന്ന് കൊടുത്തേക്കുന്നത് നമുക്കത് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് പറയാം. ബൾഗറി, കാർ തെഫ്റ്റ്, റോബറി ഇൻ മാഞ്ചസ്റ്റർ സിറ്റി സെന്റർ എന്നുള്ളത് നമുക്ക് ഇൻ മാഞ്ചസ്റ്റർ സിറ്റി എന്നോ അല്ലെങ്കിൽ ഇൻ ദ സിറ്റി ഓഫ് മാഞ്ചസ്റ്റർ എന്ന് വേണേ ആക്കാം. ബിറ്റ്വീൻ പീരീഡ് ഓഫ് 2003 to 2012 അങ്ങനെ ആക്കാം. ഓക്കെ, സോ വി ക്യാൻ ചേഞ്ച് അവർ we can paraphrase accordingly. ഓരോ വേർഡ്സ് എടുത്ത് ചേഞ്ച് ചെയ്യാം. ലെറ്റ് സീ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇൻ ഫസ്റ്റ് പാരഗ്രാഫ് വി ക്യാൻ പാരഫ്രേസ് ലൈക്ക് ഇത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. സോ ഹൗ വി ക്യാൻ പാരഫ്രേസ്? സിനോണിംസ് യൂസ് ചെയ്യാം. ചാർട്ട് ലൈൻ ഗ്രാഫ് ആവുന്നു, ഷോസ് എന്നുള്ളത് ഡിസ്പ്ലേസ് എന്ന് എഴുതാം, ചേഞ്ചസ് എന്നുള്ളത് ഓൾട്രേഷൻസ് ആക്കാം, ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ക്രൈം അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഏതാന്ന് മെൻഷൻ ചെയ്ത് എഴുതാം. ബൾഗറി, കാർ തെഫ്റ്റ് ആൻഡ് റോബറി. ദെൻ മാഞ്ചസ്റ്റർ സിറ്റി സെന്റർ എന്നുള്ളത് നമുക്ക് മാറ്റാം, ദ സെന്റർ ഓഫ് മാഞ്ചസ്റ്റർ എന്നോ അല്ലെങ്കിൽ ദ സിറ്റി ഓഫ് മാഞ്ചസ്റ്റർ എന്നോ ആക്കാം. ഫ്രം നമുക്ക് ബിറ്റ്വീൻ ആക്കാം. സോ ഹൗ വി ക്യാൻ റൈറ്റ്? The line graph displays alternations for burglary, car theft and robbery in the center of Manchester between 2003 and 2012. So അങ്ങനെ പാരാഫ്രൈസ് ചെയ്ത് എഴുതാൻ പറ്റും. ദെൻ സെക്കൻഡ് പാരാഗ്രാഫ് നമ്മുടെ ഓവർവ്യൂ ആണ് അല്ലെ. എങ്ങനെ നമുക്ക് ഓവർവ്യൂ എഴുതാൻ പറ്റുന്നത്? നമ്മൾ എന്താ പറഞ്ഞത്? മോസ്റ്റ് സിഗ്നിഫിക്കന്റ് അല്ലെങ്കിൽ മോസ്റ്റ് ഒബ്വിയസ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ച് വേണം നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അത് ജനറൽ ടേംസിൽ വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഒന്നിനെ നമ്മൾ ഫേവർ ചെയ്യാൻ പാടില്ല. സോ ഇതിലെ മൂന്ന് ഞാൻ പറഞ്ഞു, ഇതിൽ നമുക്ക് ഒരു ഓവറോൾ നമുക്ക് ഇതൊരു ടൈം പീരീഡ് ഗ്രാഫ് ആയതുകൊണ്ട് ഇതിലെ ട്രെൻഡ് ആണ് നോക്കേണ്ടത്. അതായത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ അങ്ങനെയാണ് നോക്കേണ്ടത്. സോ ഇതൊരു ടൈം പീരീഡ് ഗ്രാഫ് ആയതുകൊണ്ട് നമുക്ക് നോക്കാം നമ്മുടെ ഇതിനകത്ത് കോമൺ ട്രെൻഡ് എന്താ. എല്ലാം കൂടി ഇൻക്രീസ് ചെയ്യുവാണോ? അല്ല, മൂന്ന് രീതിയിലാണ് കാണിക്കുന്നത്. സോ എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? ബൾഗറി ഡ്രമാറ്റിക് ഡിക്ലൈൻ ആണ് കാണിച്ചത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് മെയിൻ ഫീച്ചർ ബൾഗറി ഒരു ഡിക്ലൈൻ ആണ് കാണിക്കുന്നത്. ദെൻ രണ്ടാമത്തെ കാർ തെഫ്റ്റ് ഒരു ഗ്രാജുവൽ ഇൻക്രീസ്, വലിയൊരു ഇൻക്രീസ് ഇല്ല. സോ നമുക്കൊരു ഗ്രാജുവൽ ഇൻക്രീസ് എന്ന് പറയാം. കാർ തെഫ്റ്റ് ഷോയുടെ ഗ്രാജുവൽ ഇൻക്രീസ്, വേറാസ് റോബറി ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ നിന്ന് റിമെയിൻ സെയിം. ഓക്കെ, സോ ലെറ്റ് സി വാട്ട് ആർ ദ, ഞാൻ പറഞ്ഞു ഓവർവ്യൂവിൽ നമ്മുടെ മെയിൻ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത് വേണം പറയാൻ. സോ ലെറ്റ് സി വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ്. First one was Bulgari decreases dramatically, then car theft increased steadily, then robbery remains steady throughout the period. Okay, ഞാൻ മൂന്ന് മെയിൻ ഫീച്ചേഴ്സ്. ഇതിനി നമുക്ക് എങ്ങനെ സെന്റൻസ് ആക്കാൻ നോക്കാം. Okay, let's write our overview like this. Overall, the most noticeable trend is that, അങ്ങനെ പറഞ്ഞു വേണം തുടങ്ങാൻ. അതായത് മോസ്റ്റ് ഒബ്വിയസ് ട്രെൻഡ് ഈസ് ദാറ്റ് എന്ന് പറഞ്ഞു വേണേ തുടങ്ങാം, അല്ലെങ്കിൽ മോസ്റ്റ് ഒബ്വിയസ് നോട്ടീസബിൾ ട്രെൻഡ് എന്ന് പറഞ്ഞു തുടങ്ങാം. ഇത് ഒരു ട്രെൻഡ് ആയതുകൊണ്ട് നമുക്ക് ട്രെൻഡ് എന്ന് തന്നെ പറയാം. Okay, the most noticeable trend is that Bulgari fell dramatically over the period. Car theft fluctuated until 2008 വരെ ഫ്ലക്ച്വേറ്റ് ചെയ്തെങ്കിലും upon which it rose steadily, പിന്നെ അത് ഇൻക്രീസ് ആണ് ചെയ്തത്. Whereas the number of robberies remain relatively stable between 2003 and 2012. ഇതിൽ എന്തെങ്കിലും വാല്യൂസ് അല്ലെങ്കിൽ ഫിഗേഴ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ജസ്റ്റ് ആ ഡേറ്റാസ് മാത്രമേ, ഐ മീൻ ഒബ്സർവേഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മൂന്ന് മെയിൻ ഫീച്ചർ, ആ മൂന്ന് മെയിൻ ഫീച്ചറിനെ കുറിച്ചുള്ള ജസ്റ്റ് എന്താണ് സംഭവിച്ചത്, മൂന്ന് മെയിൻ ഫീച്ചർ എന്താണോ അതിനെക്കുറിച്ച്, അത് ഇൻക്രീസ് ആണ് ഡിക്രീസ് ആണ് അത്രയും മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ ഓരോന്നിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയണ്ട, ജസ്റ്റ് അത് മാത്രം മെൻഷൻ ചെയ്യുക. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വി നീഡ് ടു റൈറ്റ് ദ ഓവർവ്യൂ. Next, body paragraph. How we can write the body paragraphs? We need to detail the significant features. നമ്മൾ മൂന്ന് ഫീച്ചേഴ്സ് പറഞ്ഞു. ഒന്ന് ഇൻക്രീസ് ചെയ്തു, ഒന്ന് ഡിക്രീസ് ചെയ്തു, ഒന്ന് സ്റ്റേബിൾ ആയിട്ട് നിന്നു അല്ലെങ്കിൽ ഒരേ വാല്യൂവിൽ നിന്നു. അപ്പൊ ആദ്യത്തേത് എന്താ പറയണ്ടേ? ആദ്യത്തേത് ഏറ്റവും കൂടി നിന്ന ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഏതാ? we take റോബറി എന്തായിരുന്നു? അത് ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് നിന്നത് അല്ലെ? അത് നമ്മൾ പറയുകയാണെങ്കിൽ if we take robbery first, we notice that it goes up little first, then there is a big drop until 2008 when it goes up slightly and then remains steady. നമുക്ക് നോക്കാം അല്ലെ? ഈ ഗ്രാഫിൽ നിങ്ങൾ നോക്കിയാൽ കാണാം. അതായത് റോബറി ജസ്റ്റ് ആദ്യം ഒരു ഇൻക്രീസ് ആണ് കാണിക്കുന്നത് 2005 വരെ. ദെൻ 2006 അത് 500ലേക്ക് പിന്നെയും കുറഞ്ഞു. ദെൻ പിന്നെ ഒരു ചെറിയ ഇൻക്രീസ് അബൌട്ട് അപ്രോക്സിമേറ്റ്ലി അല്ല 500 ആയി 2008 ആയപ്പോൾ. പിന്നെ 2009 നിന്ന് അതൊരു ചെറിയ ഇൻക്രീസ് കാണിച്ചെങ്കിലും ബിറ്റ്വീൻ അബൌട്ട് 800 ക്രൈംസ് ആയിട്ട് അത് കൂടി. ദെൻ അഗെയിൻ ഇത് കുറഞ്ഞു. എത്രയായിട്ട് കുറഞ്ഞു? 500ലേക്ക് തന്നെ വന്നു.
ദെൻ ആ സെയിം 500, അതായത് 500ന്റെ അടുത്തൊക്കെ തന്നെയാണ് എപ്പോഴും നിന്നത് അല്ലേ. സോ ലെറ്റ്സ് ഹൗ യു ക്യാൻ റൈറ്റ് ഡൗൺ, ഐ മീൻ എങ്ങനെ എഴുതാൻ പറ്റും, അത് എങ്ങനെ ആ ബോഡി പാരഗ്രാഫ് എഴുതാൻ പറ്റും. ലെറ്റ്സ് സീ ലൈക്ക്, sorry, if we take robbery first, we notice that it goes up little first. ആദ്യം ഇച്ചിരി കൂടി, then there is a big drop until 2008. അത് 2008 ആയപ്പോഴത്തേന് നല്ലൊരു കുറവ് സംഭവിച്ചു. ദെൻ പിന്നെ അതൊരു ഇച്ചിരിയും കൂടെ കൂടി, പിന്നെ അത് സ്റ്റഡി ആയിട്ട് നിന്നു. ഇതിന് നമുക്ക് ഫ്ലക്ച്വേറ്റഡ് ആൻഡ് റീമെയിൻ സ്റ്റഡി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ദെൻ അടുത്തത് കാർ തെഫ്റ്റിന് എന്താ സംഭവിച്ചത്, അത് പതുക്കെ പതുക്കെ ഗ്രാജുവലി അതൊരു ഇൻക്രീസ് ചെയ്യുമായിരുന്നു അല്ലെ. ആദ്യം ഒരു ഫ്ലക്ച്വേഷനാ, കൂടി കുറഞ്ഞു 2008 വരെ അത് കൂടിയും കുറഞ്ഞു ആ നിന്നത്. യു ക്യാൻ സി കാർ തെഫ്റ്റ് ഈ റെഡ് ലൈൻ ആണ്. അത് ആദ്യം കൂടി, പിന്നെ കുറഞ്ഞു, പിന്നെയും കൂടി, പിന്നെയും കുറഞ്ഞു, പിന്നെയും കൂടി, പിന്നെ ഒരു ഇൻക്രീസ് കാണിച്ചു, അങ്ങനെയല്ലേ. സോ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, കൂടി കുറഞ്ഞു നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലക്ച്വേഷൻ എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ 2008 വരെ അത് ഫ്ലക്ച്വേറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാം. വെൻ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് റൈസസ് സ്റ്റഡിലി, അത് കഴിഞ്ഞിട്ട് അത് കൂടി. ഓക്കെ, സോ അത് ആണ് നമ്മുടെ സെക്കൻഡ് മെയിൻ ഫീച്ചർ. ഇനി മൂന്നാമത്തെ മെയിൻ ഫീച്ചർ എങ്ങനെ, റോബറി ഓൾസോ ഫ്ലക്ച്വേറ്റ്സ് ത്രൂ ഔട്ട് ദ പീരീഡ് ബട്ട് നോട്ട് വെരി മച്ച്. റോബറിയും ഇച്ചിരി ഫ്ലക്ച്വേറ്റ് ചെയ്തെങ്കിലും വലുതായിട്ടൊന്നും ഫ്ലക്ച്വേറ്റ് ചെയ്തില്ല. പക്ഷെ ഇത് ഇച്ചിരി കൂടിയിട്ട് ദെൻ ഒരു സ്റ്റഡി ഡിക്രീസ് ഉണ്ടായ, ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിക്ലൈൻ ഉണ്ടായത്. ദെൻ റിമെയിൻ സ്റ്റഡി ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ് ബിഫോർ റൈസിങ് ആൻഡ് ഫോളിങ് സ്ലൈറ്റ്ലി അഗൈൻ. സോറി. Okay, there is a slight mistake in this. Okay, slight mistake. First feature robbery alla, bulgari aane. Okay, I'm sorry for that. First feature bulgari aane, robbery alla ട്ടോ. ലാസ്റ്റ് വൺ ആണ് റോബറിയുടെ. അത് ഓൾമോസ്റ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്ത് ത്രൂ ഔട്ട് ദ പീരീഡ്, എന്നിട്ട് സെയിം ആയിട്ട് തന്നെയാണ് നിന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇതാണ് മൂന്ന് മെയിൻ ഫീച്ചേഴ്സ്. ഓക്കെ, മൂന്ന് മെയിൻ ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി അത് നമുക്ക് എങ്ങനെ ബോഡി പാരഗ്രാഫ് ആയിട്ട് എഴുതാൻ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് പാരഗ്രാഫ് നമുക്കത് ഗ്രൂപ്പ് ചെയ്യണം. എങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നേ, ബൾഗറിയുടെയും കാർ തെഫ്റ്റിന്റെയും കൂടെ ഒരുമിച്ച് പറയാം, റോബറിയുടെ തന്നെ പറയാം. അല്ലെങ്കിൽ ബൾഗറി ഒരു ഒറ്റ ഇതായിട്ട് പറയാം, കാരണം ബൾഗറി ഇച്ചിരി ഏറെ ഉള്ളതുകൊണ്ട് ബൾഗറി തന്നെ പറയാം. പിന്നെ കാർ തെഫ്റ്റും റോബറിയും കൂടെ ഒരുമിച്ച് ഒരു പാരഗ്രാഫിലും വേണമെങ്കിൽ പറയാം. ഓക്കെ, യു ക്യാൻ സീ ലൈക്ക് ബൾഗറി സ്റ്റാർട്ടഡ് അറ്റ് ജസ്റ്റ് ബിലോ 3.5 in 2003 and apart from a small rise around 500 offenses. You can see just a number കൊടുക്കാതെ ഇങ്ങനെ തന്നെ എഴുതിയേക്കുക, 500 offenses. ക്രൈംസിന്റെ നമ്പർ അല്ലേ പറയുന്നത്, അതുകൊണ്ട് ആ ഒഫൻസസ് എന്നുള്ളത് ചേർക്കണം. ഓക്കെ, 500 offenses in 2004 fell drastically to just over 1000 incidents in 2008. 2009 saw a slight rise to just below 1500 in 2009 and it remained in and around this figure until the end of this time period. 500 offenses ആയിട്ട് കൂടി, sorry, 500 offenses ആയിട്ട് 3000 നിന്ന് ഒരു 3500ന്റെ ഇച്ചിരിയും കൂടെ, അതായത് 500 offensesന്റെ കൂടുതൽ കാണിച്ചു. ദെൻ അതിൽ നിന്ന് ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിക്രീസ് ഉണ്ടായി, 1000ന് ജസ്റ്റ് എബവ് ആയിട്ട് നിന്നു. പിന്നെ അതൊരു ഇച്ചിരിയും കൂടെ കൂടി, അത് ഒരു 500 offensesന്റെ കൂടുതലൂടെ കാണിച്ചു. ദെൻ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ 1500ന് നിയർലി 1500 ആയിട്ട് അത് നിന്നു എന്ന് പറഞ്ഞ് നമ്മൾ ആ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് നിർത്തി. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ ബൾഗറിയെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദെൻ അടുത്തത് കാർ തെഫ്റ്റും പറയണം, റോബറിയും പറയണം അല്ലെ. ഫ്രം 2003 to 2008 the number of car thefts shifted between just below 2500 and just over 2000. ഓക്കെ, 2500 നിന്ന് 2000 ആയിട്ട് ജസ്റ്റ് ബിലോ 2000 ആയിട്ട് നിന്നു. ഓക്കെ, പിന്നെ ബിഫോർ റൈസിങ് സ്റ്റഡിലി നിയർലി 3000 in 2002. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒബ്സർവേഷന്റെ കൂടെ ഡേറ്റ എങ്ങനെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ,
ജസ്റ്റ് ഒബ്സർവേഷൻ മാത്രമല്ല പറയുന്നത്, കാർ തെഫ്റ്റ് ഇതിനൊരു കുറവാണ് സംഭവിച്ചത്, കുറഞ്ഞത് എങ്ങനെയാണെന്നൂടെ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓവർ ദ എൻറ്റയർ പീരീഡ്, പിന്നെ നമ്മുടെ റോബറിയുടെ കാര്യം ഒരൊറ്റ സെന്റൻസിൽ നിർത്തും. ഓവർ ദ എൻറ്റയർ പീരീഡ്, മുഴുവൻ പീരീഡിലും റോബറി നെവർ റോസ് അബവ് 1000 ആൻഡ് ഡിഡ് നോട്ട് ഗോ അണ്ടർ 500. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇറ്റ് ഹോവേർഡ് അറൌണ്ട് 1500 ഒഫൻസസ്. ഓക്കെ, അങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, ഹോവേർഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് നിന്നു എന്ന്. ഓക്കെ, സോ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ, ഒബ്സർവേഷൻ എങ്ങനെയാണ് ഡേറ്റയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ this is the final graph. The line graph displays the alternation for burglary, car theft and robbery in the center of Manchester. Between 2003 and 2012, the most noticeable trend is that burglary fell dramatically over the period. Car theft fluctuated until 2008, upon which it rose steadily, whereas the number of car theft remained relatively stable between 2003 and 2012. നമുക്ക് കാണാം, നമ്മുടെ ഓവർവ്യൂവിന്റെ ഓരോ ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ഈ പർട്ടിക്കുലർ പാരഗ്രാഫിൽ കൊടുത്തേക്കുന്നത്. ആദ്യത്തെ ഫീച്ചറിന്റെ എക്സ്പ്ലനേഷൻ ആദ്യത്തെ പാരഗ്രാഫിൽ കൊടുത്തു, പിന്നെ രണ്ടാമത്തെ ഫീച്ചർ രണ്ടാമത്തെ പാരഗ്രാഫിൽ കൊടുത്തു, മൂന്നാമത്തെ ഫീച്ചർ വലിയ അധികം എഴുതാനില്ലാത്തത് കൊണ്ട് തന്നെ അത് രണ്ടാമത്തെ ബോഡി പാരഗ്രാഫിന്റെ കൂടെ ആഡ് ചെയ്ത് ഒരൊറ്റ സെന്റൻസിൽ പറഞ്ഞു നിർത്തി. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വി നീഡ് ടു റൈറ്റ് ദ ചാർട്ട്സ്. ഈസ് ദർ